ഇന്ന് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരം നമ്മുടെ ശ്രീലങ്ക ന്യൂസിലാൻഡ് കളി കണ്ടിരുന്നു. കുറച്ച് നേരം ശ്രീലങ്കയുടെ ബാറ്റിങ്ങിൻ്റെ തുടക്കവും ഏകദേശം ഒക്കെ ആ കളിയൊക്കെ കണ്ടിരുന്നു. പിന്നെ ന്യൂസിലാൻഡിൻ്റെ ബാറ്റിംഗ് കാര്യമായിട്ട് കണ്ടിരുന്നെങ്കിൽ ചെറിയ ഭാഗമൊക്കെ ഞാൻ കണ്ടിരുന്നു. കാരണം തുടരെ വിക്കറ്റ് പോയ രണ്ട് വിക്കറ്റ്, മൂന്ന് വിക്കറ്റ്, 4 വിക്കറ്റ്, 5 വിക്കറ്റ്, 6 വിക്കറ്റൊക്കെ പോയ ആ ലെവലിൽ ഞാൻ കണ്ടിരുന്നു. പിന്നെ അവർ സ്റ്റാറ്റ്നറൊക്കെ കൂടി നടത്തിയ രക്ഷാപ്രവർത്തനം ആ സംഭവം കണ്ടു. അപ്പോൾ കുറച്ച് അധികം ഭാഗങ്ങൾ ഞാൻ കണ്ടു. ലൈവ് കണ്ടപ്പോൾ ഹിന്ദി കമൻട്രി കണ്ടപ്പോൾ ആ ഹിന്ദി കമൻട്രിയുടെ ഇടയ്ക്ക് ഈ മധ്യ ഓവറുകളിലൊക്കെ വരുമ്പോൾ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ അവർ കാണിച്ചുകൊണ്ടിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിൻ്റെ ഒരുക്കങ്ങൾ, ഇന്ത്യൻ ടീമിൻ്റെ കളിക്കാരുടെ പരിശീലനം, അതൊക്കെയാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നത്. അതിൽ അവരെടുത്ത് കാണിച്ച ഒന്ന് രണ്ട് കാര്യമുണ്ട്. അതിൽ ഒരു കാര്യമാണ് പല വിധത്തിലേക്ക് വർമ്മയുടെ പരിശീലനം കാണിച്ചു, അഭിഷേക് ശർമ്മയുടെ പരിശീലനം കാണിച്ചു, സൂര്യയുടെ പരിശീലനം കാണിച്ചു, ബുംറ, വരുൺ ചക്രവർത്തി ഒക്കെ പരിശീലനം കാണിച്ചു. അവരെ കോച്ച് ഗൗതം ഗംഭീറും മറ്റു സപ്പോർട്ടിംഗ് സ്റ്റാഫൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കാണിച്ചു. പക്ഷേ അവരെടുത്തെടുത്ത് കാണിച്ച വേറെ ഒന്നുണ്ട്. സഞ്ജു വി സാംസൺ ഗ്ലൗസ് ഇട്ട് പരിശീലിക്കുന്നു, കാരണം കീപ്പിംഗ് ഗ്ലൗസ് ഇട്ട് പരിശീലിക്കുന്നു. സാധാരണ ഇപ്പോൾ സഞ്ജു നമീബിയക്കെതിരെ കളിച്ചതിലും സഞ്ജു സാംസൺ കീപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇഷാൻ കൃഷ്ണനായിരുന്നു കീപ്പറായിട്ട് നിന്നിരുന്നത്. പക്ഷേ ഇതിൽ സഞ്ജു സാംസൺ പരിശീലിക്കുന്നത് കീപ്പിംഗ് ഗ്ലൗസ് ഇട്ടിട്ടാണ്. അതിൻ്റെ അർത്ഥം അടുത്ത കളിയിൽ സിംബാബ്വെക്കെതിരെ സഞ്ജു സാംസൺ ടീമിലുണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടാതെ വിക്കറ്റിൻ്റെ പിന്നിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്ന് വ്യക്തമായി സഞ്ജു സാംസൺ ടീമിലെടുക്കാനുള്ള പ്ലാൻ തന്നെയാണുള്ളതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ സഞ്ജു സാംസൺ ബാറ്റിംഗ് പരിശീലനം ചെയ്യുന്നതിൻ്റെ വീഡിയോസും അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സഞ്ജു സാംസൺ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം ടീമിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ എന്തായാലും വരുന്നോ ഏകദേശം ഉറപ്പാണ്. പക്ഷേ സഞ്ജു സാംസൺ കീപ്പിംഗ് ഗ്ലൗസ് ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിന് വീഡിയോ ഇട്ടിട്ടുണ്ട്. കീപ്പിംഗ് ഗ്ലൗസ് ഇട്ട് നിൽക്കുന്നു, ആ കാര്യം വെക്കുന്നത് സോഷ്യൽ മീഡിയയിലായാലും ആ ഫോട്ടോസൊക്കെ പരക്കുന്നുണ്ട്. പിന്നെ പരിശീലന വേളയിലുള്ള അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് സഞ്ജു സാംസൺ എന്തായാലും കീപ്പിംഗ് റോളിലേക്ക് വരുമെന്നുള്ളൊരു വലിയ സൂചനയാണ് അത് കൊടുക്കുന്നത്. അത് കാരണം കൊണ്ട് അതും ഒരു പ്രതീക്ഷയാണ് ടീം ഇന്ത്യക്ക്. കാരണം സഞ്ജു വരട്ടെ. കാരണം സഞ്ജു ഞാൻ വലിയ ഫോമിലാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലെഫ്റ്റ് ഹാൻഡിൽ പൂട്ടാനുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള വാതിൽ മറ്റ് ടീമുകൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അത് കാരണം അത് പൊളിക്കാൻ വേണ്ടി ലെഫ്റ്റ് റൈറ്റ് കോമ്പോ വരുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. സഞ്ജു അപാര ഫോമിലൊന്നും പറയില്ല, പക്ഷേ ബോൾ ചിലവഴിക്കാതെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള കഴിവ് സഞ്ജുവിനുണ്ട്. അത് നമീബിക്കകത്ത് കണ്ടാണ് 8 ബോളിൽ 3 6 ഒരു 4 അടക്കം 22 റൺസ് ബ്ലിസ്റ്ററിങ് സ്റ്റാർട്ട് തന്നെയല്ലേ. അങ്ങനെയുള്ള കഴിവ് സഞ്ജുവിനുണ്ട്. അപ്പോൾ സഞ്ജു എന്തായാലും വരട്ടെ. സഞ്ജു ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ സഞ്ജുവിന് മാറ്റുന്ന പരിപാടിയില്ല. പിന്നെ അടുത്ത കളി വെസ്റ്റ് ഇൻഡീസിനെതിരെ സാഹചര്യങ്ങൾ അനുകൂലമായി കഴിഞ്ഞാൽ സെമിഫൈനലിൽ കയറുകയാണെങ്കിൽ സെമിഫൈനലിലും ഫൈനലിലും സഞ്ജു തന്നെയായിരിക്കും. സഞ്ജു ടീമിലുണ്ടാവും. ഓപ്പണറാണെങ്കിൽ ഓപ്പണറായിട്ട് തന്നെ ഉണ്ടാവും. ഇനി അടുത്ത കാര്യം ആര് പുറത്താവും? തിലകനെ പുറത്താക്കും, അഭിഷേകിനെ പുറത്താക്കും. ഈ രണ്ടുപേരും പരിശീലനത്തിൽ കൃത്യമായിട്ട് കാര്യം ചെയ്തിട്ടുണ്ട്, വിത്ത് ഇഷാൻ അടക്കം. അപ്പോൾ ഈ 3 പേരുണ്ട്. ലെഫ്റ്റ് ഹാൻഡേഴ്സ് എന്തായാലും അവിടെ ഉണ്ടാവും ഏകദേശം ഉറപ്പാണ്. കാരണം പുറത്താവാൻ സാധ്യതയുള്ളത് റിങ്കു സിംഗ് ആവാൻ സാധ്യതയുണ്ട്. വാഷിംഗ്ടൺ സുന്ദർ മാറിയിട്ട് എന്തായാലും ആ സ്പേസിലേക്ക് രക്ഷപ്പെട്ടാൽ വരുന്നുള്ളത് 100% ഉറപ്പാണ്. റിങ്കുവിനെ മാറ്റിയിട്ട് ആ സ്പേസിലേക്ക് ആയിരിക്കും ചിലപ്പോൾ സഞ്ജു വരിക. അല്ലെങ്കിൽ റിങ്കുവിനെ മാറ്റിയിട്ട് ആ സ്പേസിലേക്ക് കുൽദീപിനെ ഇറക്കാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ കളിയിൽ വരുൺ ചക്രവർത്തിക്ക് അമ്മാതിരി അടി കൊണ്ടപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറില്ലാത്തതിന് ക്ഷീണമുണ്ടായിരുന്നു. അപ്പോൾ കുൽദീപിനെ ഇറക്കാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അങ്ങനെ റിങ്കുവിൻ്റെ പകരം കുൽദീപിനെ ഇറക്കാണ്ട് സഞ്ജുവിനെ അവിടെ ഇറക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ശിവദുബെ തൊടില്ല, പിന്നെ ഹാർദിക് പാണ്ഡ്യ തൊടില്ല, അവരൊക്കെ എന്തായാലും ഫിനിഷർ റോളിൽ വേണം. അപ്പം പിന്നെ ആരെ പിടിച്ച് പുറത്താക്കും? അവിടെയാണ് പോയിന്റ്. ഇഷാൻ കൃഷ്ണനെ ഒരു 0 എന്നുള്ള ലെവലിലേക്ക് പുറത്താക്കാൻ ചാൻസില്ല. ഇഷാൻ കൃഷ്ണൻ ഫോമിലാണ്. പിന്നെ പുറത്താക്കാൻ ചാൻസില്ല 2 പേരിൽ ഒരാൾ, ഒന്ന് അഭിഷേക് അല്ലെങ്കിൽ തിലക് വർമ്മ. മാനേജ്മെൻറ്റിന് തീരുമാനമെടുക്കുന്ന അറിയില്ല. എന്തായാലും സഞ്ജു ടീമിലുണ്ടാവും തന്നെയാണ് പുറത്ത് വരുന്ന വിവരങ്ങളുടെ അല്ലെങ്കിൽ വീഡിയോസിൻ്റെ അല്ലെങ്കിൽ ഫോട്ടോസിൻ്റെ ഏതാണ്ടൊരു റിയാലിറ്റി. എനിവേ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ മാച്ചിന് മുമ്പ് നടന്ന പ്രസ് കോൺഫറൻസിൽ നമ്മുടെ സൂര്യകുമാർ യാദവിന് ചോദിച്ച ചോദ്യം സഞ്ജുവിനെ ഇറക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സൂര്യകുമാർ യാദവ് പറഞ്ഞത് ആർക്ക് പകരമായി ഇറക്കണം? അഭിഷേകിനെ പകരമായി ഇറക്കണം. അപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, നമ്പർ 3 ചോദിച്ചപ്പോൾ തിലകനെ പകരമായിട്ട് ഇറക്കണോ ചോദിച്ചു. അതുപോലെ സഞ്ജുവിനെ ഇതിൽ ആരൊക്കെ പകരമായിട്ടാണ് ഇറക്കേണ്ടത്? ആർക്ക് പകരം ഇറക്കാനുള്ള ഇത് സഞ്ജുവിനില്ല. അല്ലെങ്കിൽ സഞ്ജു അവർക്ക് അത്രയ്ക്ക് വരില്ല. ഇവരിപ്പോൾ ഇൻഫോം ബാറ്റ്സ്മാൻമാരാണ് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച സൂര്യകുമാർ യാദവ്
ആർക്ക് പകരം ഇറക്കും, അഭിഷേകിന് പകരം ഇറക്കണോ അതോ തിലകൻ്റെ പകരം ഇറക്കണോ എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ നാളെ മാറ്റമുണ്ടോ എന്ന് ടോസിന് ശേഷം ചോദിക്കുമ്പോൾ മാറ്റി പറയേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സഞ്ജു സാംസൺ ആവട്ടെ, നല്ല കളി കളിക്കട്ടെ. ഇന്ത്യ 1 മാർജിനിൽ മോർ ദാൻ 77 റൺസിനെങ്കിലും ജയിക്കണം, അല്ലെങ്കിൽ മോർ ദാൻ 100 റൺസിനെങ്കിലും ജയിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂട്ടിയാണ്. എന്നാലും നെറ്റ് പോസിറ്റീവ് ഉള്ളൂ. ആ ലെവലിൽ തന്നെ കളിച്ച് ജയിക്കട്ടെ.